എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി നേന്ത്രക്കായ ഫ്രൈ. ചോറിൻ്റെ കൂടെ മാത്രമല്ല വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു നേന്ത്രക്കായ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര അളവിലാണോ തയ്യാറാക്കി എടുക്കേണ്ടത് അതനുസരിച്ച് നേന്ത്രക്കായയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇന്നത്തെ നേന്ത്രക്കായ ഫ്രൈ നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രക്കായയുടെ തൊണ്ടെല്ലാം കളഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. ഈ ഒരു ഫ്രൈ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പം കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല വെച്ചാൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കടുകും പെരിഞ്ജീരകവും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഞാനൊരു 6 അല്ലിയും അതുപോലെ ചെറിയുള്ളി ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ചെറിയുള്ളിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുത്തോളൂ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്തും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആവാം. ഇനി ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ നേന്ത്രക്കായ ഫ്രൈ ചെയ്യുന്നത് കുരുമുളക് പൊടി കൂടുതൽ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് കുറച്ച് നിങ്ങൾ എടുത്തോളൂ. ഈ ഒരു സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ചേർത്ത് കൊടുക്കുക. നേന്ത്രക്കായ ഞാൻ പറഞ്ഞല്ലോ തൊണ്ട് കളഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത്. തൊണ്ടോട് കൂടിയിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു നേന്ത്രക്കായയിൽ നിന്ന് തൊണ്ട് വിട്ട് വേറെ നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയാവാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ പൊടികളൊക്കെ നമ്മുടെ നേന്ത്രക്കായയിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കണം. ഈ ഒരു സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. അല്ലാതെ തന്നെ നമ്മൾക്ക് ഫ്രൈ ആയി കിട്ടിക്കോളും. നേന്ത്രക്കായാണ് എളുപ്പം തന്നെ വെന്ത് കിട്ടും. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അതിൽ നിന്ന് കുറച്ചൊരു ആവി വെള്ളം കൂടി വീണിട്ട് അതിലായിരിക്കണം നമ്മൾക്കിത് ഫ്രൈ ആയി കിട്ടേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പകുതി വേവോളം ആയിട്ടുണ്ട്. ഒന്നും കൂടി ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. നേന്ത്രക്കായ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ നേന്ത്രക്കായ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞു പോവും. നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്വാധീനം കിട്ടുള്ളൂ. നല്ലപോലെ നേന്ത്രക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വളരെ സ്പൈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാത്രം നല്ല ചൂടായിരിക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്രൈക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ പെപ്പർ ഫ്രൈ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ലഞ്ച് ബോക്സിൽ അവർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്